ഇനി വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഗാനവുമായിട്ടാണ് നമ്മുടെ സിംഗേഴ്സ് എത്താൻ പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ ശ്രീയേട്ട 10ഓളം ഇന്ത്യൻ ലാംഗ്വേജസിലായിട്ട് ഒട്ടനവധി നല്ല ഗാനങ്ങൾ ആലപിച്ച ഒരു അതുല്യ പ്രതിഭ തന്നെയായിരുന്നു സ്വർണലത എന്ന സിംഗർ. ക്യൂൻ ഓഫ് ടോൺസ് എന്നായിരുന്നു സ്വർണലതയെ വിളിച്ചിരുന്നത്. സ്വർണലത SPB സാർ ആലപിച്ച് ഇളയരാജ സർ മ്യൂസിക് കമ്പോസിഷൻ നടത്തിയ ഒരു അതുല്യ ഗാനവുമായിട്ട് വേദിയിലെത്താൻ പോകുന്നു. ഞങ്ങളുടെ ഇവിടുത്തെ ലേഡി മ്യൂസിക് ഡയറക്ടർ എന്ന് ഞങ്ങൾ വിശേഷിപ്പിക്കുന്ന സോണി സായി, ഒപ്പം തന്നെ ഞങ്ങളുടെ തമിഴ് സെൽവനായ റഹ്മാൻ പത്തനാപുരം. தரையில நடப்பது நடக்குமா அடுக்குமா? பனியிலும் வெட்ட வெளி வெயிலிலும் உள்ள சுகமரமன கொடுக்குமா? குழு குழு அறையில கொஞ்சி தவழ்ந்தது குடிசைய விரும்புமா? சீலு சீலு சீலுவென இங்கிருக்கும் காத்து அங்கு அடிக்குமா கிடைக்குமா? பழுங்கு போல உன் வீடு வழியில பள்ளம் மேடு வரப்பு மேடு அதிசயமான பெண்டானி புது சுகம் தேடி வந்தேனே. போவோமா ஊர்கோலம் பூலோகம் எங்கெங்கும் ஓடும் பொன்னியாரும் பாடும் காலம் நூறும் காலம் யாவும் பேரின்பம் காணும் நேரமானந்தம். போவோமா ஊர்கோலம் பூலோகம் எங்கெங்கும். கற்பனையில் மெருகுது கண்டதையும் ரசிக்குது இதில் ஒரு சுகம். உச்சந்தால சோழருது உள்ளுக்குள்ள மயங்குது எனக்கொன்னும் புரியல. கவிதை பாடும் காவேரி செறிய சேர்த்த ஆடும் அணைகள் 100 போட்டாலும் அடங்கிடாமல் ஓடும். புறப்பட போறேன் நிப்பாட்டு. போவோமா ஊர்கோலம் பூலோகம் எங்கெங்கும் ஓடும் பொன்னியாரும் பாடும் கானம் நூறும் காலம் யாவும் பேரின்பம் காணும் நேரமானந்தம். போவோமா ஊர்கோலம்
ആൻഡ് സോണി സായി. ശ്രീയേട്ടാ ശരിക്കും കണ്ണടച്ചൊന്ന് കേട്ടപ്പോ SP സാറിന്റെ എന്തോ ഒരു ഇതിന് വന്നില്ലേ? സത്യം നല്ലൊരു പാട്ടാണ് കേട്ടോ. നിങ്ങൾ സെലക്ട് ചെയ്ത ബ്യൂട്ടിഫുൾ സോങ്. രണ്ടുപേരും അതിഗംഭീരമായിട്ട് പാടി. സൂപ്പറായിരുന്നു. കണ്ണടച്ച് കേട്ടപ്പോഴേ നമ്മൾ റെക്കോർഡ് കേൾക്കുന്നത് ഇങ്ങനെ നല്ല രസമായിരുന്നു, നല്ല സുഖമായിരുന്നു. And അഭിരാമ ചേച്ചി, ഈ സോങ് ശരിക്കും തമിഴ്നാട്ടിൽ പോയി ആരുടെ അടുത്ത് ചോദിച്ചാലും ഒരു 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 കൾട്ട് സോങ് ആണത്. Yes. ഒരു റിലിജൻ ആണ് അവരുടെ ഈ പാട്ടെന്ന് പറയുമ്പോഴത്തേക്കും. ആ ചിന്നത്തമ്പി എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയപ്പോഴത്തേക്കും ഈ ഒരു പാട്ടിൻ്റെ ഒരു ക്രേസ് നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു ലെവലിലാണ് ആ ക്രേസ്. ഇന്നും ആ ഒരു പാട്ടിനോടുള്ള ആ ഒരു തീവ്രമായ ഒരു സ്നേഹം. സോ അങ്ങനത്തെ ഉള്ളൊരു പാട്ട്. ആൻഡ് മലയാളികളുടെ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ നമ്മൾ എല്ലാ ഭാഷകളിലുള്ള മ്യൂസിക്കും അക്സെപ്റ്റ് ചെയ്യും. നമ്മൾ അങ്ങനെ ആർട്സിനെ രസിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരാണ്. അതിനെ വളരെ മനോഹരമായിട്ട് പാടി. ആൻഡ് നിങ്ങളുടെ ആ ഒരു ഡൈനാമിക് സ്റ്റേജിൽ കാണാനും ഭയങ്കര രസമായിരുന്നു. ശരിക്കും ആ സ്റ്റേജിൽ ഞാൻ ആദ്യം പറഞ്ഞ ഒരു പെർഫോമർ എന്നുള്ള ഒരു സംഭവമാണ്. ഇറ്റ്സ് നോട്ട് ബിയോണ്ട് എ മ്യൂസിഷ്യൻ. ഒരു പെർഫോമൻസ് തന്നെയായിരുന്നു ഇത്. സോ കാണാനും കേൾക്കാനും ഭയങ്കര രസമായിരുന്നു. താങ്ക് യു. ഞാൻ ഈ കുട്ടി സോണി പാടി കേട്ടപ്പോൾ എനിക്കത് ഭയങ്കര രസം തോന്നി. നല്ല രസമായിട്ട് പോകുമാ എന്നുള്ള ആ പാട്ട് നല്ല രസമായിട്ട് തോന്നി. ഫുൾ ഫീമെയിലാണ്. അപ്പോൾ ഞെട്ടിപ്പോയത് പെട്ടെന്ന് ഈ ശബ്ദം മെയിൽ ശബ്ദം വന്നപ്പോൾ SPB മുമ്പിലേക്ക് വന്ന് നിന്നിട്ട് പാടുന്ന പോലെ തോന്നി എനിക്ക്. താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. SPB സാറ് എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു വ്യക്തിയാണ്. പേഴ്സണൽ വളരെ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ്. സന്തോഷം. വളരെ നന്നായി. താങ്ക് യു സോ മച്ച്. എന്തായാലും പാടാം നേടാമിന്റെ കംപ്ലീറ്റ് ടീമിന്റെ ഭാഗത്തു നിന്ന് വലിയൊരു നന്ദി നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഞങ്ങൾ അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച്.